Namaskaram, my dear friends. Welcome to my YouTube channel PV's Pavilion. Third T20 match against South Africa. ധരംശാല ഹിമാചൽ പ്രദേശിലെ ഹിൽ ടോപ്പായ ധരംശാല എന്ന പരിപാവനമായ സ്ഥലത്ത് വെച്ചിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഒരു സൂപ്പർ ഡ്യൂപ്പർ മാച്ചായിരുന്നു. T20 മാച്ചിൻ്റെ എല്ലാ ബൗളിംഗ് സാധ്യതകളും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ വളരെ മികവുറ്റ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് തന്നെ സൂര്യകുമാർ യാദവ് സ്കൈ വീണ്ടും ടോസ് ജയിച്ച് സൗത്ത് ആഫ്രിക്കയെ ആദ്യമായി ബാറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ഓക്കെ, അപ്പോൾ T20 മാച്ചിൽ സെക്കൻഡ് ബാറ്റിംഗ്, അതായത് ആദ്യം ബൗൾ ചെയ്യുമ്പോൾ അതിൻ്റെ മോയ്സ്ചറും ഗ്രീനറി ടോപ്പായിട്ട് പിച്ചാണെങ്കിൽ അതെല്ലാം അതിൻ്റെയൊക്കെ ഒരു സാധ്യതകൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സൗത്ത് ആഫ്രിക്ക ആദ്യമായി ബാറ്റ് ചെയ്ത് തീരെ മോശമായൊരു പ്രകടനമായിരുന്നു അവരുടെ. അതായത് ഫസ്റ്റ് ഓവറിൽ തന്നെ അർഷദീപിൻ്റെ തീപ്പാറുന്നൊരു ബോളിൽ റീസ ഹെൻഡ്രിക്സ് ഔട്ടായി. പിന്നെ അതുപോലെ തന്നെ ഹർഷിത് റാണയും വളരെ നന്നായിട്ട് ബൗൾ ചെയ്തു ഇനിഷ്യൽ സ്റ്റേജിൽ. ബാറ്റേഴ്സൊന്നും അധികം നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചില്ല. പറയത്തക്ക ഒരു നല്ല മികവ് പുലർത്തിയത് സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ആഡിയൻ മാർക്കർ മാത്രമാണ്. അദ്ദേഹം ഒരു 61 റൺസ് എടുത്തു, 61, 6 4 അടിച്ചു, 2 6 അടിച്ചു. ഹർഷിത് റാണയുടെ ഒരു ഓവർ അദ്ദേഹം അടിച്ചിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പ്രകടനം എന്ന് പറഞ്ഞാൽ ഡൊണവൻ ഫെറേറ 20 റൺസ് എടുത്തു, ഔട്ടായിപ്പോയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ കട്ട് ബെനഫിറ്റ് ഇന്ത്യൻ ബൗളേഴ്സിൻ്റെ ആ പന്തെറിഞ്ഞതിൽ മികവ് കൊണ്ടാണ് 117 റൺസിൽ നമുക്കവരെ ഓൾ ഔട്ടാക്കാൻ പറ്റി. ഈ രണ്ട് പ്രകടനം, മാർക്കറിൻ്റെയും ഫെറേറയുടെയും പ്രകടനം ഒഴിച്ചു നിർത്തിയാൽ മാക്സിമം മഹാമോശമായിരുന്നു. അവരുടെ മറ്റുള്ള ബാറ്റ്സ്മാൻമാർക്കൊന്നും തിളങ്ങാനായില്ല എന്ന് മാത്രമല്ല, ദയനീയമായൊരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. നമ്മുടെ ബൗളേഴ്സ്, അതായത് പന്തെറിഞ്ഞ എല്ലാവരും സൂപ്പർ ഡൂപ്പർ പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. നമ്മൾ ഓരോരുത്തരായിട്ടും കാണാം. അർഷദീപ് സിംഗ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു മഹാമോശം പ്രകടനമായിരുന്നു. ഒരു റെയറായിട്ടാണ് അദ്ദേഹം അങ്ങനെ പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് ഒരുപാട് 9 വൈഡുകൾ എറിഞ്ഞ് ഒരു വിക്കറ്റ് നേടാതെ ആൻ അബ്സല്യൂട്ട് അൺഫോർഗറ്റബിൾ ഔട്ടിംഗ് ആയിരുന്നത്. ജസ്റ്റ് എനിക്കറിയില്ല അത് എങ്ങനെയാണ് അദ്ദേഹം അത്ര മോശമായി ഇത് ചെയ്തത്. ചില ദിവസം ചില ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയായിരിക്കും. എന്നാൽ ഈ മാച്ചിൽ അർഷദീപ് 4 ഓവർ എറിഞ്ഞു. 4 ഓവറിൻ്റെയാണ് മാക്സിമം 4 ഓവർ ഒരു T20 ഒരു ബോളേഴ്സിന് കിട്ടുന്നുള്ളൂ. 2 വിക്കറ്റ്, ജസ്റ്റ് 13 റൺസ് കൊടുത്തിട്ട് സൂപ്പർ ബോളിംഗ്. ഫസ്റ്റ് ഓവറിൽ തന്നെ റീജ ഹെൻഡ്രിക്സിനെ ഔട്ടാക്കി. അത് കഴിഞ്ഞ് ക്യാപ്റ്റനെയും അർഷദീപ് തന്നെ ഔട്ടാക്കി, ആഡിയൻ മാർക്കറും. രണ്ടാമതായി ഹർഷിത് റാണ സൂപ്പർ സ്പെല്ലായിരുന്നു. ഇനിഷ്യൽ സ്പെല്ല് അടിപൊളിയായിരുന്നു. 2 വിക്കറ്റ് എടുത്ത് 34 റൺസ് കൊടുത്തു. സെക്കൻഡ് സ്പെല്ലിൽ കുറച്ച് അടി വാങ്ങിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹത്തിൻ്റെയും നല്ലൊരു അതിമനോഹരമായ പ്രകടനം തന്നെയായിരുന്നു എന്ന് പറയാം. വരുൺ ചക്രവർത്തി, എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് വരുൺ ചക്രവർത്തിയാണ്. വരുൺ ചക്രവർത്തി ബൗളിങ്ങിന് വന്നപ്പോഴത്തേക്കിനും അവരുടെ സ്ഥിതി, സൗത്ത് ആഫ്രിക്കയുടെ സ്ഥിതി പരിതാപകരമായി തീർന്നിരുന്നു. എന്നിരുന്നാലും 2 വിക്കറ്റ് എടുത്തു, 11 റണ്ണേ കൊടുത്തുള്ളൂ 4 ഓവറിൽ.
ശരിക്കും നോക്കുകയാണെങ്കിൽ വരുൺ ചക്രവർത്തിയുടെ ബോളുകൾ അവർക്ക് ഫേസ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. എല്ലാം ബോൾഡാണ്, 2 വിക്കറ്റും ബോൾഡാണ്, ക്ലീൻ ബോൾ. അപ്പോൾ അതൊരു എന്താ പറയുന്നത്, ഇറ്റ്സ് എ വെരി ഗുഡ് സൈൻ. നമ്മളത് നോക്കുമ്പോഴത്തേക്ക് പിന്നെ അൺപ്ലേയബിൾ ആയിട്ടുള്ള ബോളിംഗ് ആയിരുന്നു. നല്ല ടേൺ ഉണ്ടായിരുന്നു, നല്ല എന്താ പറയുന്നത്, ഒരു സ്പിന്നറിൻ്റെ എല്ലാവിധ വൈദഗ്ധ്യവും നിറഞ്ഞ ബോളിംഗ് പ്രകടനമായിരുന്നു വരുൺ ചക്രവർത്തിയുടെ. പിന്നെ നമ്മുടെ കുൽദീപ് സിംഗ് 2 വിക്കറ്റ് എടുത്തു. ടൈലൻഡേഴ്സ് ആണെങ്കിലും എന്നാലും കുൽദീപ് സിംഗ് ഒരു നല്ല ചാരുതയാർന്ന ഒരു ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ അവരും ബോളെറിഞ്ഞു. ഓരോ വിക്കറ്റ് അവരും നേടിയിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 6 ബോളേഴ്സിനെ യൂസ് ചെയ്തു, എല്ലാവരും വിക്കറ്റ് എടുത്തു. അതുകൊണ്ട് അതിമനോഹരമായ ഒരു ബോളിംഗ് പ്രകടനം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സൗത്ത് ആഫ്രിക്ക കുഡ് സ്കോർ ഓൺലി 117, 117 റൺ, എല്ലാവരും ഔട്ടായി. 117 എന്ന് പറയുമ്പോൾ ഏതൊരു ആംഗിളിൽ നോക്കിയാലും മോശമായ സ്കോർ തന്നെ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് മറുപടി ബാറ്റിങ്ങിന് ഇന്ത്യ ഇറങ്ങി. ആസ് യൂഷ്വൽ അഭിഷേക് ശർമ്മ വെടിക്കെട്ട് പ്രകടനം തന്നെ നടത്തി. ഫസ്റ്റ് ബോൾ സിക്സ് അടിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റാണ്. അത് ഒരു ഡോമിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, ബാറ്ററുടെ ഒരു ഡോമിനേഷനാണ് ഫസ്റ്റ് ബോൾ സിക്സ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ബോൾ സിക്സ് ഒരു ഇന്നിങ്സിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഗ്രേഡിലുള്ള പ്ലെയേഴ്സാണ് ചെയ്യുന്നത്. രോഹിത് ശർമ്മ 2021 ചെയ്തിട്ടുണ്ട് അങ്ങനെ. യശസ്വി ജയ്സ്വാൾ 2024 അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൊന്നോമന സഞ്ജു സാംസൺ 2025 ചെയ്തിട്ടുണ്ട്. അതുപോലെ അഭിഷേക് ശർമ്മ ഇത് 3ാമത്തെ തവണയാണ് ഫസ്റ്റ് ബോൾ സിക്സ് അടിക്കുന്നത്. കൊള്ളാം അല്ലേ, നല്ല ബാറ്റിങ്ങിൻ്റെ ഒരു മികവ് തന്നെയാണത്. പിന്നെ മറ്റേ ഓപ്പണർ സുമാൻ ഗില്ല് ഫസ്റ്റ് ബോൾ തന്നെ അമ്പയർ ഔട്ട് കൊടുത്തതാണ്. പക്ഷേ അതൊരു ഇൻസൈഡ് എഡ്ജ് ഉണ്ടായിരുന്നുകൊണ്ട് DRS എടുത്ത് രക്ഷപ്പെട്ടു. അതർവൈസ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ആക്രമിച്ച് കളിക്കാൻ ശ്രമിച്ചു, ബട്ട് പിന്നെ അഗൈൻസ്റ്റ് ലോ ആയി. അദ്ദേഹത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 28 റൺസ് ഫ്രം 28 ബോൾസ്. റൺ എ ബോൾ ഇതാണ്. റൺ എ ബോൾ എന്നൊക്കെ പറയുമ്പോൾ അതൊരു 1 ഡേ മാച്ചാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. T20 ഇറ്റ് ഈസ് നോട്ട് അഗ്രിയബിൾ. അത് ബിലോ പാർ പെർഫോമൻസ് തന്നെ എന്നേ പറയാൻ പറ്റുള്ളൂ. തിലക് വർമ്മയ്ക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം ആ ഒരു ഫിനിഷിംഗ് റോളിൽ ജസ്റ്റ് അദ്ദേഹം കുറച്ച് 34 ബോൾസ് കളിച്ചിട്ട് 25 റൺസാണ് എടുത്തത്. അടുത്തത് സ്കൈ എന്ന് പറയുമ്പോൾ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാണ്. പുള്ളി നന്നായിട്ട് എന്താ പറയുന്നത്, ക്യാപ്റ്റൻസി ഈസ് വെരി ഗുഡ്, ബട്ട് ബാറ്റിംഗ് അതായത് റൺസില്ല. എന്നാൽ സ്കോർ ചെയ്യുന്നതൊക്കെ നല്ല രസമായിട്ടാണ്. 12 റൺസ് എടുത്ത് പുള്ളി. പക്ഷേ എങ്കിലും ഒരു എന്താ പറയുന്നത്, ആ ഒരു അദ്ദേഹം ശരിക്കും ഇന്നലെ ഗെയിം ഫിനിഷ് ചെയ്ത് വരണമായിരുന്നു, ഫുൾ ഡോമിനേഷൻ കാണിക്കണമായിരുന്നു. ഇന്നലെ ഒരു വിഷയമില്ലാത്ത കളിയായിരുന്നു. ഏതായാലും ജയിക്കുമെന്ന് 100% ഉറപ്പുള്ളൊരു കളിയായിരുന്നു. ബട്ട് സംഭവ് ഇറ്റ് ഹാപ്പൻസ്. അപ്പോൾ 12 റണ്ണെടുത്ത് കൂടാരത്തിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. സ്കൈ. പിന്നെ നമ്മുടെ ലാസ്റ്റ് ശിവം ദുബെ അയാളൊരു 4 ബോൾ കളിച്ച് 10 റണ്ണെടുത്തിട്ട് ഒരു 6 ഒരു 4 ഒക്കെ അടിച്ചിട്ട് കളി തീർത്തു. അങ്ങനെ ഇന്ത്യ 120 റൺസ് എടുത്ത് 16ാമത്തെ ഓവറിൽ കളി അവസാനിപ്പിച്ചു. 4 ഓവർ ബാക്കിയായിരുന്നു. അപ്പോൾ ഒരു നന്നായിട്ട് ആധിപത്യം സ്ഥാപിച്ചൊരു കളിയായിരുന്നു. ഫീൽഡിങ്ങിൽ അത്ര തിളങ്ങിയില്ല. 2-3 ക്യാച്ച് ഡ്രോപ്പും ഫീൽഡിംഗ് എറർസൊക്കെ കണ്ടു. പിന്നെ ജയിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കത്തില്ലെന്നേ ഉള്ളൂ. ബട്ട് ഇനിയിപ്പോൾ T20 വേൾഡ് കപ്പൊക്കെ വരുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ടതാണ്. സൗത്ത് ആഫ്രിക്കയുടെ ബൗളിങ്, അവർ ഈ ആദ്യം തന്നെ അഭിഷേക് ശർമ്മയുടെ
അടി വാങ്ങിച്ചത് കൊണ്ട് അഭിഷേക് ശർമ്മയുടെ സ്കോർ പറഞ്ഞില്ല അല്ലേ? 35 റൺസ്, വെറും 18 ബോളിൽ നിന്ന് 35 റൺസാണ് എടുത്തത്. 3 4 3 6 ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിഷേക് ശർമ്മ ഇനിഷ്യലി ഡോമിനേറ്റ് കളിച്ചത് കൊണ്ട് അവരുടെ ബൗളേഴ്സിനെല്ലാം താളം തെറ്റി സൗത്ത് ആഫ്രിക്കയുടെ. അതുകൊണ്ട് ബൗളേഴ്സിൻ്റെ ഒരു മികവുറ്റ പ്രകടനമൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ, 3 വിക്കറ്റല്ലേ പോയുള്ളൂ. പിന്നെ അത്ര സ്കോറില്ലാത്തതുകൊണ്ട് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായ ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ T20 മാച്ച് ജയിച്ച് 2-1 എന്ന നിലയിലാണ്. 2 ഇന്ത്യ, 1 സൗത്ത് ആഫ്രിക്ക. ഇനിയിപ്പോൾ 2 മാച്ച് ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മാച്ച് ലക്നൗ UP-യിലാണ്. ലാസ്റ്റ് മാച്ച് വന്നിട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്. അപ്പോൾ നമുക്കതിനെ പറ്റിയൊക്കെ വിശകലനം ചെയ്യാം. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ മെസ്സി, അർജൻറ്റീനയുടെ സൂപ്പർ സ്റ്റാർ, വേൾഡിലെ തന്നെ മെഗാ സ്റ്റാർ ഫുട്ബോളിൻ്റെ ലയണൽ മെസ്സി ഇന്ത്യ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ ബോംബെയിലായിരുന്നു. നമ്മുടെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കറിനെ അദ്ദേഹം കാണുകയുണ്ടായി. അദ്ദേഹം എല്ലാവർക്കും അവരവരുടെ അർജൻറ്റീനൻ ജെർസിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഓൺ ദി കോൺട്രറി സച്ചിൻ്റെ 10 നമ്പർ ജെർസി നൽകിയാണ് മെസ്സിയെ സ്വീകരിച്ചത്. നമുക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു. മെസ്സി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു ഫുട്ബോളറാണ്. ഓക്കെ, സോ ഹാർദിക് പാണ്ഡ്യ 1000 റൺസ് ആൻഡ് 100 വിക്കറ്റ്. അങ്ങനെ 1000 റണ്ണും 100 വിക്കറ്റും തികയ്ക്കുന്ന 2020-ൽ ഫസ്റ്റ് ഇന്ത്യൻ പ്ലെയറാണ്. മറ്റൊരു കാര്യം, ഹർഷിത് റാണ ആൻഡ് വരുൺ ചക്രവർത്തി രണ്ടുപേരും 50 വിക്കറ്റ്സ് തികച്ചിരിക്കുകയാണ് T20 മാച്ചിൽ. അവരുടെ പെർഫോമൻസ് വളരെ മികവുറ്റ പെർഫോമൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, വിരാട് കോഹ്ലി, നമ്മുടെ മെഗാസ്റ്റാറായ വിരാട് കോഹ്ലിയെ ICC ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2025 നോമിനേഷൻ ആയിട്ടുണ്ട്. അത് നമുക്കറിയാം, ഉടനെ അറിയാൻ പറ്റും അതിൻ്റെ റിസൾട്ട്. മിക്കവാറും അത് വിരാട് കോഹ്ലിക്ക് കിട്ടും എന്ന് തന്നെയാണ് കരുതുന്നത്. ഓക്കെ, ഈ മാച്ചിൽ ഒബ്വിയസ്ലി സൂപ്പർ പെർഫോമൻസുമായി വന്ന അർഷദീപ് സിംഗ് എന്ന നമ്മുടെ സിഖ് ചെറുപ്പക്കാരൻ പ്ലെയർ ഓഫ് ദി മാച്ചാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. കൺഗ്രാജുലേഷൻസ് ടു ടീം ഇന്ത്യ ആൻഡ് അർഷദീപ് സിംഗ്. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.